പരിശുദ്ധ പരമദിവ്യകാരുണ്യനാഥനായ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിത്യസ്തുതിക്ക് യോഗ്യനായ പരിശുദ്ധ പരമദിവ്യകാരുണ്യനാഥനായ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. സ്നേഹത്തോടെ കാരുണ്യമായി നമ്മുടെ കൂടെ ആയിരിക്കുന്ന പരിശുദ്ധ പരമദിവ്യകാരുണ്യനാഥനായ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. 3 മണി സമയം. ദൈവത്തിൻ്റെ കരുണ മനുഷ്യവംശത്തിൻ്റെ മേൽ ചൊരിഞ്ഞ സമയമാണ്. കാൽവരിയിൽ ഒത്തിരിയേറെ പീഡനങ്ങളുടെ നടുവിൽ മനുഷ്യവംശത്തെ അളവറ്റ് സ്നേഹിച്ച ദൈവം നമ്മളെല്ലാവരും നശിച്ചു പോകാതിരിക്കുവാൻ, നമ്മളെല്ലാവരും രക്ഷ പ്രാപിക്കുവാനായി, മനുഷ്യവംശത്തെ വീണ്ടെടുക്കുവാനായ ദൈവം മനുഷ്യവംശത്തിൻ്റെ മേൽ കരുണ ചൊരിഞ്ഞ സമയമാണ്. ഈ ഒരു തിരുമണിക്കൂറിനെ കുറിച്ച് ഈശോ വെളിപ്പെടുത്തിയത്, വിശുദ്ധ ഫൗസ്റ്റിനാക്കി ഈശോ വെളിപ്പെടുത്തി കൊടുത്തത്, അതികഠിനമായ പീഡനങ്ങൾ സഹിച്ച ഈ ഒരു സമയം നിങ്ങളെന്നോട് പ്രാർത്ഥിക്കുന്ന നിങ്ങളുടെ നിയോഗങ്ങൾ ഞാൻ സാധിച്ചു തരും. അത്രമാത്രം കഠിനമായ വേദനയിലൂടെ നമ്മളെ ഓരോരുത്തരെയും വീണ്ടെടുത്തവനാണ് നമ്മുടെ ദൈവം. അത്രയേറെ കരുണ കാണിക്കുന്ന ദൈവം. അത് തിരിച്ചറിയാൻ നമ്മൾ തുടങ്ങുമ്പോൾ, ആ കരുണയിൽ ആശ്രയിക്കാൻ തുടങ്ങുമ്പോൾ, ദൈവം നമ്മുടെയൊക്കെ ജീവിതത്തിലേക്ക് നൽകുന്ന വലിയ സ്നേഹവും കരുണയും ആനന്ദവും നമുക്ക് ജീവിതത്തിൽ അനുഭവിക്കുവാൻ സാധിക്കും. ആ ഒരു വലിയ ബോധ്യത്തോടെ ദൈവം നമ്മുടെയൊക്കെ ജീവിതത്തിലേക്ക് നൽകിയ ആ വലിയ മഹാകരുണയെ ധ്യാനിച്ചുകൊണ്ട് ഒന്ന് ചേർന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോയുടെ തിരുഹൃദയത്തിൽ നിന്ന് ഞങ്ങൾക്ക് കാരുണ്യ സ്രോതസ്സായി ഒഴുകിയിറങ്ങിയ തിരുരക്തമേ, തിരുജലമേ, ഞങ്ങളങ്ങിൽ ശരണപ്പെടുന്നു. ഈശോയുടെ തിരുഹൃദയത്തിൽ നിന്ന് ഞങ്ങൾക്ക് കാരുണ്യ സ്രോതസ്സായി ഒഴുകിയിറങ്ങിയ തിരുരക്തമേ, തിരുജലമേ, ഞങ്ങളങ്ങിൽ ശരണപ്പെടുന്നു. ഈശോയുടെ തിരുഹൃദയത്തിൽ നിന്ന് ഞങ്ങൾക്ക് കാരുണ്യ സ്രോതസ്സായി ഒഴുകിയിറങ്ങിയ തിരുരക്തമേ, തിരുജലമേ, ഞങ്ങളങ്ങിൽ ശരണപ്പെടുന്നു. ഈശോയിൽ സ്നേഹമുള്ളവരെ, കർത്താവിൻ്റെ സ്നേഹവും കരുണയും അനുഭവിക്കുന്നവരും അറിഞ്ഞവരും അത് പ്രഘോഷിക്കുന്നവരുമായിട്ട് നമ്മൾ ഓരോരുത്തരും മാറണം എന്നുള്ളത് ദൈവം ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്. എന്തുമാത്രം ദൈവത്തിൻ്റെ ആ വലിയ സ്നേഹം, എന്തുമാത്രം ദൈവത്തിൻ്റെ വലിയ കരുണ നമ്മൾ അനുഭവിക്കുന്നുവോ അത്രമാത്രം നമ്മുടെ ജീവിതത്തിൽ അത് വലിയ മാറ്റങ്ങൾ കൊണ്ടുവരികയാണ്. നമ്മുടെ ബോധ്യങ്ങൾ മാറും, നമ്മുടെ കാഴ്ചപ്പാടുകൾ മാറും, നമ്മുടെ ജീവിതത്തിൻ്റെ വലിയ ലക്ഷ്യം തന്നെ മാറും. ദൈവത്തെ ആരാധിക്കുന്നതിലും ദൈവത്തെ മഹത്വപ്പെടുത്തുന്നതിലുമൊക്കെ നമ്മുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ വരും. കാരണം ദൈവത്തിൻ്റെ സ്നേഹം നമ്മൾ ഓരോരുത്തരും അനുഭവിക്കാൻ തുടങ്ങുമ്പോൾ, കാൽവരിയിൽ നമുക്ക് വേണ്ടി ഇത്രമാത്രം പീഡകൾ സഹിച്ച്, ഇത്രമാത്രം വേദന സഹിച്ച് നമ്മളെ കർത്താവിൻ്റെ വലിയ സ്നേഹത്തിലേക്ക് ഒന്നിപ്പിക്കാനായി പരിശ്രമിച്ച യേശു സുവിശേഷങ്ങളിലൂടെ കടന്നു പോകുമ്പോഴും നമ്മളിത് തന്നെയാണ് കാണുക. ലൂക്കായുടെ സുവിശേഷത്തിൻ്റെ ഒരു പ്രത്യേകത കരുണയുടെ സുവിശേഷം എന്ന പേരിലാണ് അത് അറിയപ്പെടുക. കാരണം ഈശോ കരുണ കാണിച്ച് കടന്നുപോയ ഓരോ കാര്യങ്ങളും ഒപ്പിയെടുത്ത് ഒരു സുവിശേഷ ഗ്രന്ഥമായിട്ട് മാറ്റിയെടുക്കുകയാണ് വിശുദ്ധ ലൂക്കാ സുവിശേഷം. ലൂക്കായുടെ സുവിശേഷം 7-ാം അധ്യായം 1 മുതലുള്ള തിരുവചന ഭാഗത്ത് നമ്മൾ കാണുന്നത് ശതാധിപൻ്റെ ഭൃത്യനെ സുഖപ്പെടുത്തുന്നത് കാണാൻ പറ്റും. ശതാധിപനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ജീവിതത്തിൽ ഒരു വലിയ അധികാരത്തിൻ്റെ നിറവിലായിരിക്കുന്ന വ്യക്തിയാണ്. ഒത്തിരിയേറെ ആളുകൾ അവൻ പറയുന്നത് അനുസരിക്കുവാനും അവനെ ശുശ്രൂഷിക്കുവാനും അവൻ്റെ ഓരോ കാര്യങ്ങളും സുഗമമാക്കുവാൻ അവനെ സഹായിക്കുവാനൊക്കെ ആയിട്ട് അവൻ്റെ കൂടെയുണ്ട്. അതുകൊണ്ടാണ് 100 പേർക്ക് അധിപനായവനാണ് ശതാധിപൻ. അങ്ങനെ ആ ഒരു വലിയ അധികാരത്തിൽ നിൽക്കുന്ന ആ ഒരു വ്യക്തി ഒത്തിരിയേറെ ആളുകളുടെ റെക്കമെൻഡേഷനോടുകൂടി ഈശോയുടെ അടുക്കലേക്ക് വരികയാണ്. യഹൂദ പ്രമാണികളെ അയച്ച് ഈശോയെ എന്നെ സഹായിക്കണമേ എന്ന് അവൻ അവർ വഴി യാചിക്കുകയാണ്. അപ്പോൾ അവർ പറയുന്ന കാര്യം, ഒരു നല്ല മനുഷ്യനാണ്, ഒത്തിരി കാര്യങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി ചെയ്തു തന്നതാണ്, സിനഗോഗുകൾ പണിയുവാനൊക്കെ അവന് സഹായിച്ചവനാണ്. അതിൻ്റെ അർത്ഥം ദൈവത്തെ അറിയുവാനും ദൈവത്തെ
അറിയുവാനായിട്ടുള്ള സാഹചര്യങ്ങൾ ഒരുക്കുവാനും ഒക്കെ അവൻ പ്രത്യേകം ശ്രദ്ധിച്ചു. അവൻ്റെ ഉള്ളിലെ ആ നന്മ മുഴുവനും മനസ്സിലാക്കിയാണ് യഹൂദ പ്രമാണികൾ ഈശോയുടെ അടുക്കൽ വന്നിട്ട് അവനെ സഹായിക്കണമെന്നുള്ള കാര്യം പറയും. അവനെ സഹായിക്കുവാനായിട്ട് മുന്നോട്ട് പോകുമ്പോൾ വീണ്ടും അവിടെ ഈശോ കാണുന്ന കാര്യം, അവൻ്റെ പ്രിയപ്പെട്ടവരിൽ ചിലർ വന്ന് പറയുകയാണ്, നീ എൻ്റെ വീട്ടിലേക്ക് വരണ്ട, നിന്നെ സ്വീകരിക്കുവാനായിട്ടുള്ള യോഗ്യത എൻ്റെ ജീവിതത്തിലില്ല. നീ ഒരു വാക്ക് കൽപ്പിച്ചാൽ മാത്രം മതി, എൻ്റെ ആത്മാവ് സുഖം പ്രാപിക്കും. ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു പ്രതികരണം ശതാധിപനിൽ നിന്ന് ഈശോ കേൾക്കുന്നു. ഈശോയെ പോലും വിസ്മയിപ്പിച്ച ആ ഒരു വലിയ സംഭവമാണ്. സുവിശേഷത്തിൽ നമ്മൾ കാണുന്ന കാര്യം ഇതാണ്, കർത്താവേ, അങ്ങേ നേരിട്ട് സമീപിക്കാൻ പോലും എനിക്ക് യോഗ്യതയില്ല എന്ന് ഞാൻ വിചാരിച്ചു. അങ്ങൊരു വാക്ക് ഉച്ചരിച്ചാൽ മാത്രം മതി, എൻ്റെ ഭൃത്യൻ സുഖപ്പെട്ടുകൊള്ളും. ഇത് പറഞ്ഞുകൊണ്ട് ഈശോ പറയുന്നത്, യേശു ഇത് കേട്ട അവനെ പറ്റി വിസ്മയിച്ചു. തന്നെ അനുഗമിച്ചിരുന്ന ജനക്കൂട്ടത്തിന് നേരെ തിരിഞ്ഞ് അവൻ പറഞ്ഞു, ഞാൻ നിങ്ങളോട് പറയുന്നു, ഇസ്രായേലിൽ പോലും ഇതുപോലുള്ള വിശ്വാസം ഞാൻ കണ്ടിട്ടില്ല. ഇസ്രായേലിൽ പോലും ഇതുപോലുള്ള വിശ്വാസം ഞാൻ കണ്ടിട്ടില്ല. അതിൻ്റെ അർത്ഥം വലിയ ആർഭാടങ്ങളിലും അധികാരങ്ങളിലും ഒന്നും മനമയങ്ങി വീഴുന്നവനല്ല ദൈവം, മറിച്ച് ആഴമായ വിശ്വാസത്തിൽ വിസ്മയഭരിതനാകുന്ന ക്രിസ്തുവിനെയാണ് നമ്മൾ സുവിശേഷത്തിൽ കാണുക. പുറമേയുള്ള നമ്മുടെ മോടിയോ അല്ലെങ്കിൽ നമ്മുടെ സമ്പാദ്യമോ പാരമ്പര്യമായ നമുക്ക് കിട്ടിയ കുറേ കാര്യങ്ങളെ ഓർത്ത് അതിലൊന്നും അത്ഭുതപ്പെടുന്നവനല്ല ക്രിസ്തു, മറിച്ച് ക്രിസ്തുവിലുള്ള ദൈവത്തിലുള്ള ആഴമായ വിശ്വാസത്തിൽ ജീവിക്കുന്നവനെ കാണുമ്പോൾ അവനെ നോക്കി ഈശോ അവനെ പ്രശംസിക്കുകയും അവനെ ആദരിക്കുകയും ചെയ്യും. പ്രിയപ്പെട്ടവരെ, ഇന്ന് ദിവ്യകാരുണ്യനാഥൻ്റെ സന്നിധിയിൽ നമ്മളായിരിക്കുമ്പോൾ ഇന്ന് പലപ്പോഴും ദൈവത്തെ പ്രീതിപ്പെടുത്തുവാനായിട്ട് നമ്മൾ ചെയ്യുന്ന ഒത്തിരി കാര്യങ്ങളുണ്ട്. അതേ സമയത്ത് ആഴമായ വിശ്വാസത്തോടെ, ശതാധിപനിലുണ്ടായിരുന്ന ആ ഒരു വിശ്വാസത്തോടെ ക്രിസ്തുവിനെ നമ്മൾ ഓരോരുത്തരും സമീപിക്കാറുണ്ട്. ക്രിസ്തുവിൻ്റെ ആ ഒരു മഹത്വം നമ്മൾ ദർശിക്കുന്നതും മനസ്സിലാക്കുന്നതും വീണ്ടും കുരിശിലേക്ക് നോക്കുക, കാൽവരിയിലേക്ക് നോക്കുക. ഓരോ പ്രാവശ്യവും കുരിശിലേക്ക് നോക്കുമ്പോൾ കർത്താവ് അവിടെ അതാ കൈവിരിച്ച് നമ്മളോട് പറയുന്നു, മകനെ, മകളെ, ഞാനിതാ നിന്നെ ഇത്ര അധികമായിട്ട് സ്നേഹിക്കുന്നു. ലോകത്തിൽ ആർക്കും നൽകാൻ പറ്റാത്ത രീതിയിൽ നിന്നെ സ്നേഹിക്കാൻ എനിക്ക് മാത്രമേ പറ്റത്തുള്ളൂ. ദൈവസ്നേഹത്തിൻ്റെ ഏറ്റവും വലിയ പാരമ്യം നമ്മൾ കാണുന്നത് കാൽവരിയിൽ തന്നെയാണ്. ആകാശത്തിനും ഭൂമിക്കും മധ്യേ 3 ആണികളിൽ ഈശോ പിടഞ്ഞ് മരിക്കുമ്പോഴും അവിടെ ഈശോ നൽകുന്ന സന്ദേശം, മകനെ, മകളെ, ഞാനിതാ നിന്നെ ഇത്ര അധികമായിട്ട് സ്നേഹിക്കുന്നു. നിന്നെ രക്ഷിക്കാതിരിക്കാൻ എനിക്ക് പറ്റത്തില്ല, കാരണം ഞാൻ സ്നേഹമാണ്, ഞാൻ കരുണയാണ്. ഓരോ പാപിയോടും ദൈവം കാണിക്കുന്ന വലിയ സ്നേഹമാണ് ദൈവത്തിൻ്റെ കരുണ. അങ്ങനെയാണെങ്കിൽ എനിക്കും നിങ്ങൾക്കും വേണ്ടിയല്ലേ ഈശോ കാൽവരിയിൽ പെടഞ്ഞ് മരിച്ചത്? അവസാനത്തുള്ള രക്തം പോലും ചിന്ത ചെയ്ത് നമുക്ക് വേണ്ടിയല്ലേ നമ്മൾ രക്ഷപ്പെടുവാൻ, രക്ഷ പ്രാപിക്കുവാൻ, കർത്താവിൻ്റെ സ്നേഹത്തിലേക്ക് തിരിച്ചു വരും. ധൂർത്തപുത്രൻ്റെ ഉപമയിലും നമ്മൾ കാണുന്നത് ഇത് തന്നെയല്ലേ. തിരിച്ചു വരുമ്പോൾ തിരിച്ചുവരവിൽ ആനന്ദിക്കുന്ന ദൈവം. പ്രിയപ്പെട്ടവരെ, ഇന്ന് ഈ കരുണയുടെ തിരുമണിക്കൂറിൽ കർത്താവിൻ്റെ സ്നേഹം ആവോളം അനുഭവിക്കുന്ന ഈ ഒരു സമയം നമുക്ക് മനസ്സ് തുറന്ന് പ്രാർത്ഥിക്കാം. കർത്താവേ, നിൻ്റെ സ്നേഹം തിരിച്ചറിയുവാനും നിൻ്റെ ശക്തിയും ബലവും ഒക്കെ ഞങ്ങളുടെ ജീവിതത്തിൽ അറിയുവാനും നിന്നെ സ്തുതിക്കുവാനും ആരാധിക്കുവാനും ഞങ്ങളെ ഒരുക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. ശതാധിപനിലുണ്ടായിരുന്ന ആ ഒരു വിശ്വാസം, ആഴമായ വിശ്വാസം, നമ്മുടെ പാരമ്പര്യങ്ങളോ നമ്മുടെ സമ്പത്തോ സൗന്ദര്യമോ ശക്തിയോ ബലമോ ഒന്നുമല്ല ദൈവം നോക്കുന്നത്. ഹൃദയങ്ങൾ പരിശോധിക്കുന്നവർ നോക്കുന്നത് നിൻ്റെ ജീവിതത്തിൽ എന്തുമാത്രം ആഴമായ വിശ്വാസമുണ്ട്. ശതാധിപന് ഉടനെ ഈശോയുടെ മുമ്പിൽ അരുളി ചെയ്ത കാര്യം ഇത് തന്നെയാണ്. കർത്താവ്, നീ ഒരു വാക്ക് അരുളി ചെയ്താൽ മതി, ഞാൻ സുഖം പ്രാപിക്കും, എൻ്റെ ഭൃത്യൻ സുഖം പ്രാപിക്കും. ഇപ്രകാരം ഒരു ആഴമായ വിശ്വാസത്തിലേക്ക് വളരുവാൻ കർത്താവ് നമ്മളെ ക്ഷണിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, കരുണയുടെ ജപമാല ചൊല്ലി നമ്മൾ പ്രാർത്ഥിക്കുന്ന സമയമാണ്. ദൈവത്തിൻ്റെ കരുണ ലോകമെമ്പാടുമുള്ള സകലരിലേക്കും ചൊരിയുവാനായിട്ട് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം.
കുറച്ച് വ്യക്തികൾക്ക് വേണ്ടി മാത്രമുള്ള ദൈവത്തിൻ്റെ സ്നേഹമല്ല, ലോകത്തിലെ സകല ജനതകൾക്കും വേണ്ടി എല്ലാവരും ദൈവത്തിൻ്റെ സ്നേഹം മനസ്സിലാക്കുവാനും ദൈവത്തിൻ്റെ കരുണയിൽ ആശ്രയിക്കുവാനും കർത്താവ് ആഗ്രഹിക്കുന്നുണ്ട്. അതാണ് വിശുദ്ധ ഫൗസ്റ്റീനായിലൂടെ ഈശോ നൽകിയ വലിയ സന്ദേശം. നമ്മളെല്ലാവരും ദൈവത്തിൻ്റെ കരുണയിൽ ആശ്രയം വെക്കണം. കാരണം കരുണയിൽ ആശ്രയം വെക്കുന്നവരെ ദൈവം ഒരിക്കലും ഉപേക്ഷിക്കുന്നില്ല. ദിവ്യകാരുനാഥൻ്റെ സന്നിധിയിൽ നമ്മുടെ എല്ലാ നിയോഗങ്ങളും പ്രാർത്ഥനകളും ഒരിക്കൽ കൂടി സമർപ്പിക്കാം. ദിവ്യകാരുനാഥൻ നമ്മെ അനുഗ്രഹിക്കുന്ന സമയമാണ്. ദൈവം ആഗ്രഹിക്കുന്നത് ആഴമായ വിശ്വാസത്തോടെ കർത്താവിൻ്റെ കാരുണ്യത്തിൽ നമ്മൾ ഓരോരുത്തരും ശരണം പ്രാപിക്കണമെന്നുള്ളതാണ്. കാരണം ദൈവത്തിൻ്റെ കരുണയിൽ ആശ്രയിക്കുന്നവരെ ദൈവം ഒരിക്കലും ഉപേക്ഷിക്കുന്നില്ല. അവർ വലിയ ബോധ്യത്തോടെ ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് നമ്മുടെ എല്ലാ പ്രാർത്ഥനകളും നിയോഗങ്ങളും നമ്മുടെ വ്യക്തിപരമായ പ്രാർത്ഥനകളും കുടുംബത്തിൻ്റെ ആവശ്യങ്ങളും നമ്മൾ കടന്നു പോകുന്ന ഓരോ ജീവിത സാഹചര്യങ്ങളെയും എല്ലാം ദൈവസന്നിധിയിൽ സമർപ്പിക്കും. കുടുംബത്തിൻ്റെ ആവശ്യങ്ങളും ജീവിത പങ്കാളിയെയും മാതാപിതാക്കളെക്കുറിച്ചൊക്കെയുള്ള ആകുലതകൾ, മക്കളെക്കുറിച്ച് മക്കളുടെ ഭാവി ജീവിതത്തെക്കുറിച്ചുള്ള ആകുലതകളെല്ലാം ദൈവസന്നിധിയിലേക്ക് കൊടുക്കും. ജീവിതത്തിൽ ഒത്തിരിയേറെ തടസ്സങ്ങളിലൂടെ കടന്നു പോകുന്നവരുണ്ട്. കർത്താവെ, നിന്നിൽ ആശ്രയിക്കുമ്പോൾ നീ ഞങ്ങളുടെ ജീവിതത്തെ ക്രമപ്പെടുത്തുവാൻ ഞങ്ങളെ സഹായിക്കുന്ന വലിയ ബോധ്യത്തോടെ ഞങ്ങളുടെ ജീവിതങ്ങളെ സമർപ്പിക്കുന്നു. രോഗാവസ്ഥയിലൂടെ കടന്നു പോകുന്ന ഒത്തിരിയേറെ ആളുകളുണ്ട്. കർത്താവേ, രോഗത്തിൻ്റെ നടുവിലും നീ തരുന്ന വലിയ സന്തോഷവും സൗഖ്യവും സമാധാനവും ഒക്കെ ഏറ്റെടുക്കുവാൻ കർത്താവെ കൃപ നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, ഈ ആലയത്തെയും ഈ ആലയത്തിലെ എല്ലാ ശുശ്രൂഷകളെയും സമർപ്പിക്കും. ഈ ഒരു അവധിക്കാല സമയത്ത് ഈ ആലയത്തിൽ നടക്കുന്ന കുടുംബ വിശുദ്ധീകരണ ധ്യാനത്തെയും അതിൽ പങ്കെടുക്കുന്നവരെയും കർത്താവ് നീ ഏറ്റെടുക്കണമേ, വിശുദ്ധീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഓൺലൈനിലൂടെ കർത്താവിൻ്റെ കരുണയ്ക്ക് വേണ്ടി ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന എല്ലാ മക്കളുടെയും ജീവിതങ്ങളെ നീ വിശുദ്ധീകരിക്കണമേ, ഏറ്റെടുക്കണമേ. കർത്താവേ, അവരുടെ ജീവിതങ്ങളെൻ്റെ വലിയ കരുണയുടെ കീഴിൽ സമർപ്പിക്കുന്നു. അനുഗ്രഹിക്കണമേ, ആശീർവദിക്കണമേ. ദിവ്യകാരുണനാഥൻ്റെ ആശീർവാദത്തിനായിട്ട് നമ്മൾ ഒരുങ്ങുമ്പോൾ നമ്മുടെ എല്ലാ പ്രാർത്ഥനകളും ദൈവസന്നിധിയിൽ സമർപ്പിക്കും. വളരെ പ്രത്യേകമായി പാപികളുടെ മനസ്സാന്തരത്തെയും ദൈവത്തെ അറിയാതെ ദൈവത്തിൽ നിന്ന് അകന്ന് ജീവിക്കുന്ന എല്ലാ മക്കളെയും നമ്മുടെയൊക്കെ പരിചയത്തിലും നമ്മുടെയൊക്കെ കുടുംബങ്ങളിലുമൊക്കെ അതുപോലെ ഈശോയെ ഉപേക്ഷിച്ചുകൊണ്ട് ഇത്രമാത്രം സ്നേഹിക്കുന്ന ഈശോയെ ഉപേക്ഷിച്ച് മാറി നടക്കുന്ന മക്കളുണ്ടെങ്കിൽ അവരെല്ലാം ആത്മന ദൈവത്തിൻ്റെ വലിയ കാരുണ്യത്തിന് കീഴിൽ സമർപ്പിക്കാം. കാരണം ദൈവം ആഗ്രഹിക്കുന്നത് നമ്മളെല്ലാവരും നശിച്ചു പോകാൻ പാടില്ല, എല്ലാവരും രക്ഷ പ്രാപിക്കണം. അതിന് ദൈവം നൽകിയിരിക്കുന്ന വലിയൊരു കുറുക്ക് വഴിയാണ് കർത്താവിൻ്റെ കരുണയിൽ ആശ്രയിക്കും. അവർ വലിയ ബോധ്യത്തോടെ എല്ലാ പ്രാർത്ഥനകളും നിയോഗങ്ങളും കർത്താവിൻ്റെ കരങ്ങളിലേക്ക് കൊടുത്തുകൊണ്ട് താഴ്ന്ന സ്വരത്തിൽ ദൈവത്തെ സ്തുതിച്ച് കർത്താവിൻ്റെ ആശീർവാദം നമുക്കിപ്പോൾ സ്വീകരിക്കാം. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന.